നമുക്ക് വ്യൂസ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കൂടി വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് തെളിവ് സഹിതം എങ്ങനെയാണ് ഈ ചെറിയ ചെറിയ ചാനലുകൾക്ക് പെട്ടെന്ന് റീച്ച് കിട്ടുന്നതെന്ന് ഹൈപ്പിലൂടെ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു വീഡിയോ ആണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിനാണ് കൂടുതലും യൂസ്ഫുൾ ആയിരിക്കുക. അപ്പൊ നമ്മുടെ യൂട്യൂബിൽ ഈയിടെയായിട്ട് കുറേ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ കുറെ പേരൊക്കെ കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഒരു പുതിയ അപ്ഡേറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഹൈപ്പ് എന്ന അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പോൾ ഈ വീഡിയോയിൽ പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ കുറെ പേരൊക്കെ ഡൗട്ടും കാര്യങ്ങളും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. എന്താണ് ഹൈപ്പ്, എനിക്ക് കിട്ടിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഹൈപ്പ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ചാനലിനെ പൊക്കിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഹൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ചെറിയ ചെറിയ ചാനലുകളുണ്ടല്ലോ, 500 മുതൽ 5 ലക്ഷം വരെയുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലുകളുണ്ട്. ആ ചാനലാണ് യൂട്യൂബിന്റെ കണ്ണിൽ ചെറിയ ചാനലായിട്ട് കണക്കാക്കപ്പെടുന്നത്. അവരെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഹൈപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഹൈപ്പ് എന്ന് പറയുന്നത് നമ്മൾ പോയിന്റ് കൊടുക്കുകയാണ്. ഓരോരുത്തരും വീഡിയോ കാണുമ്പോൾ ഇപ്പോൾ താങ്ക്സ് കൊടുക്കില്ലേ, സൂപ്പർ താങ്ക്സ്, അതുപോലെ തന്നെ ഹൈപ്പ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പോയിന്റ് കിട്ടും. അപ്പോൾ ആ പോയിന്റിനനുസരിച്ച് നമ്മുടെ ഓരോ വീഡിയോയും നമുക്ക് 7 ദിവസം വരെയുള്ള വീഡിയോയ്ക്കാണ് ഹൈപ്പ് കൊടുക്കാൻ പറ്റുക. മനസ്സിലായോ? ആ ഹൈപ്പ് ഓപ്ഷൻ കാണത്തുള്ളൂ. 7 ദിവസം കഴിഞ്ഞാൽ ഹൈപ്പ് ആ വീഡിയോയിൽ നിന്നും കാണാൻ പറ്റില്ല, ആ വീഡിയോയിൽ ആപ്പ് ഉണ്ടാകത്തില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഒരാൾക്ക് 3 ഹൈപ്പ് വരെ ചെയ്യാം ഒരാഴ്ചയിൽ. ഏത് ചാനലിൽ പോയിട്ടും 3 പ്രാവശ്യം ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും 3 ഹൈപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഇപ്പോൾ എന്റെ വീഡിയോയിൽ വന്ന് 3 ഹൈപ്പ് ചെയ്തു, അടുത്ത ആളുടെ ചാനലിൽ പോയിട്ട് 3 ഹൈപ്പ് ചെയ്തു, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെയായാലും ടോട്ടലായിട്ട് 3 ഹൈപ്പ് ഒരാഴ്ചയിൽ ഒരു ഐഡിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ഐഡിയുള്ള ചാനലിൽ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ 7 ദിവസത്തിന് മുന്നിൽ 8ാമത്തെ ദിവസത്തെ വീഡിയോസിന് എനിക്ക് കിട്ടിയില്ല നമുക്ക് കഴിയില്ല. അപ്പൊ 7 ദിവസം വരെയുള്ള വീഡിയോസിനെ കിട്ടത്തുള്ളൂ ഹൈപ്പ്. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കുക. പിന്നെ അതിന് ഒരു സെറ്റിങ്സ് ഓൺ ചെയ്യേണ്ടതായിട്ടുണ്ട് ഹൈപ്പ് എന്നത്. അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് കിട്ടാത്തത്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം പറഞ്ഞു തരുന്നതായിരിക്കും. ഹൈപ്പ് കൊണ്ട് നമുക്കുള്ള ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ പെട്ടെന്ന് റീച്ചിലെത്താൻ പറ്റും. മനസ്സിലാവും? എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു വീഡിയോ എനിക്ക് നല്ല ഹൈപ്പ് കിട്ടിയെന്ന് വെച്ചോളൂ, ആ വീഡിയോ ടോപ്പ് 100ൽ ഒന്ന് കിടക്കും ഹൈപ്പിന്റെ ഇതിൽ. അപ്പോൾ ഈ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂട്യൂബിന് നമ്മൾ മ്യൂസിക് നോക്കത്തില്ല, ഫസ്റ്റ് തന്നെ അവിടെയാണ് കിടക്കുന്നത്. ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരും സെർച്ച് ചെയ്യാറുണ്ടല്ലേ, മ്യൂസിക് ടോപ്പ് 100 ഉള്ള മ്യൂസിക് വരെയുള്ളത് സെർച്ച് ചെയ്യാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ടോപ്പ് 100 ഹൈപ്പ് വരെയുള്ളതിൽ നമ്മുടെ വീഡിയോയും ഉൾപ്പെടും. അങ്ങനെ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ പലവരും വന്ന് ചെക്ക് ചെയ്യൂലേ വീഡിയോസ് ഒക്കെ. അപ്പോൾ നമുക്ക് വ്യൂസ് ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും കൂടി വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് തെളിവ് സഹിതം എങ്ങനെയാണ് ഈ ചെറിയ ചെറിയ ചാനലുകൾക്ക് പെട്ടെന്ന് റീച്ച് കിട്ടുന്നതെന്ന് ഹൈപ്പിലൂടെ. ഓക്കെ, അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ അറിയാത്തവർക്കും ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും. ഹൈപ്പ് എന്ന ഓപ്ഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുക എന്നതും ഞാൻ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയാം കേട്ടോ. പലവരും എന്താ പറയാ, പൈസ കൊടുത്തിട്ട് സബ്സ്ക്രൈബേഴ്സും വാച്ചവേഴ്സും ഒക്കെ വാങ്ങിക്കാറുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെയൊന്നും വാങ്ങിക്കാതിരിക്കുക. കാരണം ഈ 1000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും 4000 വാച്ചവേഴ്സ് ആണെങ്കിലും ആക്കാൻ പറ്റാത്തവർക്ക് പിന്നെ ഒരിക്കലും അത് ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചിട്ട് നമ്മുടെ വീഡിയോ ചാനൽ മോണിറ്റൈസ്ഡ് ആയി എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് ആകില്ല, ക്യാഷ് കിട്ടത്തില്ല. അപ്പോൾ ആ മോണിറ്റൈസ്ഡ് ആക്കാൻ കൊടുത്ത ക്യാഷ് പോലും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ കഴിവ് കൊണ്ട് മാത്രം സബ്സ്ക്രൈബേഴ്സിനെയും വാച്ചവേഴ്സിനെയും കൂട്ടാൻ നോക്കുക. മനസ്സിലായോ? എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാകത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇപ്പൊ യൂട്യൂബിന് തന്നെ അറിയാം ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ എന്തിനാണ് യൂട്യൂബ് വെച്ചിരിക്കുന്നത്. ഞാൻ ഇതിന്റെ ഇടയിൽ എന്തിനാണ് ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ, പലരും അങ്ങനെ ജോയിൻ ചെയ്യൂ പിന്നെ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. പക്ഷെ അത് അവരുടെ നേട്ടത്തിനാണ്. അപ്പോൾ നിങ്ങൾ അതിലൊന്നും പോയി പെടാതിരിക്കുക. നിങ്ങളുടെ സ്വന്തം കഴിവ് കൊണ്ട് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെയും വാച്ചവേഴ്സും നേടാൻ നോക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ യൂട്യൂബ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ, യൂട്യൂബ് എന്തിനാണ് ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിരിക്കുന്നത്? ഇങ്ങനെ ക്രൈറ്റീരിയ കടന്ന് സ്വന്തമായിട്ട് ചെയ്യുന്നവർക്ക് മാത്രമേ അടുത്ത ഓരോ വീഡിയോസും ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ക്യാഷ് നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഏത് എന്താ പറയാ ഗ്രൂപ്പുകളിലാണെങ്കിലും പിന്നെ പല ഓഫറും വരും, അതിലൊന്നും പോയി പെടാതിരിക്കുക. ദയവ് ചെയ്ത് എന്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയെന്നേ ഉള്ളൂ. താല്പര്യമുള്ളവര് കേൾക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ടോപ്പിക് ഇതല്ല, ഞാൻ ഇടയിൽ ഇത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം.
അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും വേറെ ഒരു കാര്യം കൂടി പറയണം. ഞാൻ ഏകദേശം 10-55 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ തന്നെയാണ്. എനിക്ക് മനസ്സിലാകുന്ന വിധത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പറ്റിയ വീഡിയോസ് ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ കാണുക. ഞാൻ അതിന്റെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ തിരക്ക് കൂട്ടി വീഡിയോ ഒക്കെ എടുക്കും എന്താണെന്ന് ചിലപ്പോൾ സ്പീഡൊക്കെ ആകാറുണ്ട്. ചിലപ്പോൾ ലെങ്ത് കൂടുമ്പോൾ ചെറുതായിട്ട് നമ്മൾ സ്പീഡ് കൂട്ടുകയാണ്. പിന്നെ ഞാൻ മോന് സ്കൂളിൽ നിന്ന് വരുന്നതിന്റെ മുന്നായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതും സാധാരണ ഒരു മൊബൈൽ ഫോണാണ്, മൈക്കോ ട്രൈപോഡോ ഒന്നുമില്ല. അപ്പൊ ഞാൻ എങ്ങനെയൊക്കെയോ അഡ്ജസ്റ്റ് ചെയ്ത് ഫോൺ വെച്ച് ഇങ്ങനെ എടുക്കുകയാണ്. അപ്പൊ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കുക. നിങ്ങൾ ഹൈപ്പ് എന്ന ഓപ്ഷൻ ഓണാക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ പറയത്തില്ലേ എന്താണ് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാന്ന്. അതേപോലെ തന്നെ എന്താ പറയുക, ഹൈപ്പ് ചെയ്യുക എന്നുകൂടി പറയണം. എങ്കിൽ മാത്രമേ കാണുന്നവർക്ക് അറിയത്തുള്ളൂ. ഹൈപ്പ് എന്താണെന്ന് അറിയാത്തവരുണ്ടാവും. അപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചെയ്യിപ്പിക്കുക. ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഗുണമായിരിക്കും. മനസ്സിലായോ? അപ്പോൾ എല്ലാവരും ഈ വീഡിയോക്ക് ഒന്ന് ഹൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, പറ്റുകയാണെന്ന് വെച്ചാൽ. അപ്പൊ നമുക്ക് നേരെ സ്ക്രീൻ റെക്കോർഡിലേക്ക് പോകാം. ആദ്യം സെറ്റിംഗ്സിൽ ഹൈപ്പ് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ YT സ്റ്റുഡിയോ ലോഗിൻ എന്ന് കൊടുത്തപ്പോൾ ലോഗിനായി കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പണായി വരുന്നുണ്ട്. ഡെസ്ക്ടോപ്പ് സൈറ്റിൽ വന്നിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സെക്ഷനിൽ കണ്ടില്ലേ സെറ്റിംഗ്സിൻ്റെ ചിഹ്നം കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് ജനറൽ എന്ന് കാണും, സെക്കൻഡ് ചാനൽ എന്ന് കാണും. അപ്പോൾ ചാനലിൽ ക്ലിക്ക് ചെയ്യുക. സെക്കൻഡ് വണ്ണായിട്ട് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്ന് കാണും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഇങ്ങനെ മേലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവുക. ക്ലിപ്സ് എന്ന് കാണും. അതിൻ്റെ താഴെയായിട്ട് ഹൈപ്പ് എന്ന് കാണും. കണ്ടില്ലേ, ഹൈപ്പ് എന്ന വലിയ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഹൈപ്പ് എന്ന ഓപ്ഷൻ ഓണായി കിട്ടത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ടിക്ക് ചെയ്യാത്തവർ വേഗം ടിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ സേവ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. 500 മുതൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെയുള്ളവർക്കേ കിട്ടത്തുള്ളൂ. അത് പ്രത്യേകം ഓർമ്മിക്കുക. ഓക്കെ, ഇനി യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് 100 ഹൈപ്പും മൈ ഹൈപ്പും കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ നോക്കാൻ പറ്റും. അപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇത് കണ്ടോ, ഫസ്റ്റത്തെ ഓളിൻ്റെ ഇപ്പുറത്തായിട്ടൊരു ഇത് കണ്ടില്ലേ റൗണ്ടിൽ, അതിൻ്റെ ഉള്ളിലൊരു പെൻഡുലം പോലെ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എങ്ങനെ വരും കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഹൈപ്പ് എന്ന് കാണും. കണ്ടോ, ഹൈപ്പ് എന്ന ചിഹ്നം കാണും. അപ്പോൾ അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. കണ്ടില്ലേ, ടോപ്പ് 100 ഹൈപ്സ് കിടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ പല പല ഭാഷകളിലുള്ള വീഡിയോസാണ്. ഇതൊക്കെ വളരെ കുറഞ്ഞ സബ്സ്ക്രൈബേഴ്സുള്ള ചാനലാണ് കേട്ടോ. അതിൻ്റെ ഹൈപ്പിനനുസരിച്ച് 100 ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾക്കും ഇതുപോലെ എത്തി നിൽക്കാൻ പറ്റും. കണ്ടില്ലേ, ഈ വീഡിയോസിന് നല്ല വ്യൂസും കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതിൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. കണ്ടില്ലേ, അപ്പോൾ 3.something K ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇതെന്ന് പറയുന്നത് 1 ലക്ഷം എത്താനായിട്ടോ അതിൻ്റെ വ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ പല വീഡിയോസിനും നല്ല വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഹൈപ്പിനനുസരിച്ചാണ് വ്യൂസ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ നല്ല റീച്ചിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇതിലും എന്താ പറയുക 2 ലക്ഷത്തോളം വ്യൂസ് വരുന്നുണ്ട്. അതിലും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവാണ്, 25 സംതിങ്ങേ ഉള്ളൂ. അപ്പോൾ ഓരോന്നും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. മലയാളം വീഡിയോസും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം അടുത്ത് തന്നെ മൈ ഹൈപ്പ് ഇടുന്നുണ്ട്. അപ്പം ഞാൻ ഒരു ഹൈപ്പ് നിങ്ങൾ ഹൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൈ ഹൈപ്പിൽ ക്ലിക്ക് ചെയ്യാൻ വെച്ചാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഒന്നേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ ചാനൽ ഓപ്പൺ ചെയ്തിട്ട് എങ്ങനെയാണ് ഹൈപ്പ് ചെയ്യുക എന്നാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പം നമ്മൾ 7 ദിവസത്തിനുള്ളിലിട്ട വീഡിയോയിലാണ് ഹൈപ്പ് കാണുക. അപ്പോൾ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ ആണ് കേട്ടോ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് ഷെയർ ആ സെക്ഷനിൽ തന്നെ ഇപ്പോൾ ഹൈപ്പ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, അതിൻ്റെ താഴെ കമൻറ്റിലും വന്നിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ, 2 ഡോട്ടായിട്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ മേലത്തെ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുകയെന്ന് വെച്ചാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എത്ര ഹൈപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, എത്ര ദിവസമായിട്ടുണ്ട്, ഇതിൻ്റെ ബോണസും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. നമുക്ക് ഹൈപ്പ് ചെയ്യാൻ പറ്റില്ല കേട്ടോ, അതുകൊണ്ടാണ് അതിൽ നോട്ട് ഹൈപ്പ് എന്ന് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഞാൻ തന്നെ ക്ലിക്ക് ചെയ്തപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. 3 ഹൈപ്പേ ആഴ്ചയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരവരുടെ വീഡിയോയ്ക്ക് അവരവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ
നമുക്ക് മെസ്സേജും അപ്പുറത്ത് ഹൈപ്പും വരും. അല്ലാതെ തന്നെ മേലെയും വന്ന് കിടക്കുന്നുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഹൈപ്പിൻ്റെ ചിഹ്നത്തിൽ കിടക്കുന്നുണ്ട്, ഹൈപ്പ് എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ അറിയാത്തവർ ഒന്ന് നോക്കുക. അപ്പോൾ എല്ലാവരും ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും ഹൈപ്പ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഞാൻ 7 ദിവസം കഴിഞ്ഞൊരു വീഡിയോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും കേട്ടോ. എക്സാമ്പിളായിട്ട് 8 ദിവസമായ വീഡിയോ, അതിൽ നിങ്ങൾക്ക് ഹൈപ്പ് കാണുന്നുണ്ടോ എന്ന് നോക്കൂ. കാണില്ല. അപ്പോൾ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇത് 8 ദിവസമായ വീഡിയോ ആണ്. ഇതിൽ കണ്ടില്ലേ ഹൈപ്പൊന്നുമില്ല, ഡോട്ടും വന്നിട്ടില്ല, അവിടെ മേലെ എഴുതി കാണിച്ചിട്ടുമില്ല. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഹൈപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കി ഇടുക, എങ്കിൽ മാത്രമേ ഹൈപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം. ഞാൻ പറ്റുന്ന പോലെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി പറയണം, വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും. ഓക്കെ, ബൈ, താങ്ക് യു.